ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി. നിറയെ പശുക്കളെ കാണുമ്പോൾ ഓടക്കുഴൽ ആലപിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ മനോഹരമായ രൂപവും കൃഷ്ണന് ചുറ്റും നിൽക്കുന്ന ധാരാളം പശുക്കളും പശുക്കിടാങ്ങളുമാണ് ഓർമ്മ വരിക. കൃഷ്ണ ഭഗവാൻ തൻ്റെ ബാല്യകാലം പശുക്കളെയും പശുക്കിടാക്കളെയും മേയിച്ച് സുഹൃത്തുക്കളോടൊപ്പം മേച്ചിൻപുറങ്ങളിൽ കളിച്ചു നടന്നിരുന്നു. മനുഷ്യ സമൂഹത്തിന് പശുക്കളുടെ പ്രാധാന്യം, അവയെ പരിപാലിക്കുന്നതിൻ്റെ പ്രായോഗിക നേട്ടങ്ങൾ, മനുഷ്യനും പശുവും തമ്മിലുള്ള സഹകരണത്തിൽ അധിഷ്ഠിതമായ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നേട്ടങ്ങൾ എന്നിവയൊക്കെ മനസ്സിലാക്കിത്തരുന്നു. പശുക്കളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും നൂറ്റാണ്ടുകളായി ഹിന്ദുക്കൾക്ക് പ്രചോദനമാണ്. അവ ഭൂമിയുടെ അനുഗ്രഹങ്ങളുടെയും ശക്തിയുടെയും സമ്പത്തിൻ്റെയും പ്രതീകമായി തുടരുന്നു. കൂടാതെ പശുവിൻ്റെ ഉൽപ്പന്നങ്ങൾ പോഷകാഹാരം നൽകുന്നതിനാൽ പശു മാതൃത്വത്തോടും മാതൃഭൂമിയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട വളർത്തു പശുക്കളായിരുന്നു മംഗള, പിംഗള, ഗംഗ, പിസംഗി, മണിക്കസ്തനി, ഹംസി, വംശപ്രിയ എന്നിവ. പശുക്കളിൽ പ്രധാനപ്പെട്ടവയാണ് ഇവ. ഈ പശുക്കളെല്ലാം ഭഗവാൻ കൃഷ്ണന് വളരെ പ്രിയപ്പെട്ടവയാണ്. കാമധേനു എന്നറിയപ്പെടുന്ന സുരഭി ഹിന്ദുമതത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു ദിവ്യ പശുദേവതയാണ്. എല്ലാ ആഗ്രഹങ്ങളും നൽകാൻ കഴിയുന്ന സമൃദ്ധമായ പശു എന്നാണ് സുരഭിയെ വിശേഷിപ്പിക്കുന്നത്. അവൾ ഒരു മാന്ത്രിക സൃഷ്ടിയാണ്. അവളുടെ കെയർടേക്കർക്ക് ആവശ്യമുള്ളതെന്തും നൽകാൻ കഴിയും. കൃഷ്ണൻ്റെ സ്വർഗീയ വസതിയായ ഗോലോകത്തിൽ സുരഭി പശുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക പശുക്കളുണ്ട്. കൃഷ്ണനെ പലപ്പോഴും ഗോവിന്ദൻ എന്ന് വിളിക്കുന്നു. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പശുക്കളുടെ സംരക്ഷകൻ എന്നാണ് അർത്ഥം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ്.